ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി യോഗം വിളിക്കും. ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ചേരുക. ഇപ്പോൾ പ്രവൃത്തി നടക്കുന്ന എല്ലാ മേഖലകളിലേക്കും സ്ഥിതിഗതികൾ വിലയിരുത്തും. അനൂപ് ദാസ് ഉണ്ട് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. അനൂപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിതിൻ ഗഡ്കരി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗമാണ്, ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ചേർത്തിട്ടുള്ളത്. എന്തായിരിക്കും നടപടികൾ ഉണ്ടാവും ഈ യോഗത്തിൽ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും തീരുമാനം എടുക്കുക? എപ്പോഴാണ് യോഗം? എന്തായാലും ദേശീയപാതയിലെ തകർച്ചയിൽ ഇന്നലെ നടപടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കരാർ ഏറ്റെടുത്ത കമ്പനി, ഒപ്പം തന്നെ മേൽനോട്ടം വഹിക്കുന്ന കമ്പനി, ഈ രണ്ട് കമ്പനികളെയും ഡീബാർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി ഏറ്റെടുക്കാൻ കഴിയില്ല, ടെൻഡറിൽ പങ്കെടുക്കാനും കഴിയില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് മുന്നിലുള്ള വിഷയം, കേരളത്തിൽ ഇപ്പോൾ തകർന്ന മേഖലയുടെ അതെങ്ങനെ വീണ്ടും ശരിയാക്കി റോഡ് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകും. രണ്ടാമത്തേത്, പലയിടത്തും കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിലുമെല്ലാം ഈ പ്രശ്നമുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണം ഗുണനിലവാരമുള്ളതല്ല. അതുമാത്രവുമല്ല, പലയിടത്തും മണ്ണിടിയുന്നു, വയൽഭാഗത്ത് റോഡ് താഴ്ന്നു പോകുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാൽ ഈ മേഖലയിലൊക്കെ ഇനി എങ്ങനെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാം, നിലവിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന ചോദ്യമുണ്ട്. ഈ കാര്യമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും ഈ ഗഡ്കരി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഈ കരാറെടുത്ത കമ്പനികൾക്ക് നിർദ്ദേശം നൽകും. മാത്രവുമല്ല, കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച നിർദ്ദേശവും ഇന്നോ നാളെയോ കേരളത്തിലെ ഈ നിർമ്മാണ കരാറെടുത്ത ആളുകൾക്ക് ലഭ്യമാവും. ശരി, അനൂപ് ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.